ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് കൊച്ചിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഇതാ അസ്കർക്ക തൊലിയൊക്കെ കളഞ്ഞ് തരുന്നുണ്ട്. ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കുന്നത് ആ കുക്കറിലാണ് കേട്ടോ. ഇതൊരു ഈസി മെത്തേഡാണ്, ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയും ബാക്കിയുള്ള മസാല പൗഡറുകളും എല്ലാ കാര്യങ്ങളും ഇട്ടതിന് ശേഷം കുക്കർ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിലൊരു ഓറഞ്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് 1/2 ലിറ്റർ പാൽ അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഇതാ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ്, അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതൊരു ബേസിക് ഒരു പുഡിങ്ങിൻ്റെ ഒരു മിക്സാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല വെറൈറ്റീസ് ഓഫ് പുഡിങ് ഉണ്ടാക്കാം. അപ്പം ഇത് 2 ട്രേയിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം അതിന് മുകളിലായിട്ട് ഓറഞ്ചിൻ്റെ അല്ലികൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുസമ്പിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അല്ലികൾ അടർത്തി മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കപ്പിലേറെ കുറച്ചും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവർ വരുമ്പോഴത്തേക്ക് തണുത്തോളുമല്ലോ. അപ്പോൾ അവർ ലഞ്ചിനാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അവർ കൊച്ചിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു 3 മണിയൊക്കെ ആവും എത്തുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള നല്ലൊരു ചമ്മന്തി റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, മല്ലിയില, പുതിനയില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന്, ഞാൻ ഫുള്ള് തേങ്ങ അതിൽ കൊള്ളാത്തതുകൊണ്ട് ഒന്ന് ആദ്യം ചതച്ചതിന് ശേഷം ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മളുടെ ബിരിയാണിയിലേക്കുള്ള ചമ്മന്തി റെഡി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മറക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറക്കൂലല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണിയുടെ മസാല കണ്ടോ, നല്ല രീതിയിൽ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വലിയൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ബീഫും കപ്പയും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്യും വേണം. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 കുക്കറിലായിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഒന്ന് ഇറച്ചിയും പൂളിയും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതും, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഫുമാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പം അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഷേസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവളും അസ്കർക്കും കൂടെ ചെയ്യുന്നുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മളുടെ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് അതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കപ്പയും കൂടെ ഒന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യട്ടെ. അതിനിടയിൽ നമ്മളുടെ ബീഫ് ബിരിയാണിയുടെ മസാലയും അതുപോലെ തന്നെ റൈസൊക്കെ റെഡിയായി അതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേയൊക്കെ കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്.
അപ്പം അങ്ങനെ ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് അവിടെ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ കപ്പ അവിടെ തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കർമേൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഇവിടേക്ക് ചെറുതായിട്ടൊന്ന് ക്ലീനിങ്ങും ഒക്കെ നടത്തട്ടെ. അതിനിടയിൽ അസ്കർക്ക് തൈര് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തൈര് കുറേ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് അസ്കർക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ കപ്പ തിളപ്പിച്ചൂറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ബീഫിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കപ്പയും ഇറച്ചിയും അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിന്. അപ്പോൾ അതാണ് ഞാനിന്ന് ബീഫ് തന്നെ ആക്കിയത് ഫുള്ളായിട്ട്. പിന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ലൈം ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നുമല്ലോ. അതുപോലെ ബിരിയാണിയിലേക്ക് ആകുമ്പോഴും ലൈം ജ്യൂസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അതും റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷേസിതൊക്കെ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അവരെത്താനായി എന്ന് പറഞ്ഞപ്പം അവർ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വന്നപ്പോൾ. ഇപ്പോൾ പ്ലേറ്റും ഗ്ലാസും അതുപോലെ തന്നെ വെള്ളമൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി അവർ വന്നിട്ട് തന്നെ ഫുഡ് എടുക്കാൻ വിചാരിച്ചു, കാരണം ഇനി ചൂടാറണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ അവർ വരുന്നുണ്ട്. നമ്മളുടെ ചാനൽ ആദ്യം മുതൽക്കേ കാണുന്നവർക്ക് എൻ്റെ ഈ കൊച്ചിയിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ മെറൂൺ ടീഷർട്ട് ഇട്ടത് സജീർക്ക, ഷബ്ന എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. ഈ ഫ്രണ്ടിൽ പോയതാണ് ഷബു, പിന്നെ നെജു, പിന്നെ ഇത് നെജുവിൻ്റെ ഹസ്ബൻഡ് താരിഷ്ക. എന്തായാലും അവരൊക്കെ ഫ്രഷായി എന്ന് വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കട്ടെ. അങ്ങനെ ലഞ്ചൊക്കെ 3 മണി 4 മണിയൊക്കെ ആയി കഴിച്ചപ്പോൾ. പിന്നെ ഞങ്ങൾ പുഡിങ്ങൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെയാണ്. കുട്ടികളൊക്കെ മുറ്റത്ത് നല്ല കളിയിലാണ്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ രാത്രി ഞങ്ങൾ ഐസ് മഗ്ഗിലേക്ക് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഐസ് മഗ്ഗിലും പോയിട്ട് ഫുഡ് കഴിക്കണം, അതുപോലെ ഡെലീഷ്യയിലും പോയിട്ട് കഴിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഐസ് മഗ്ഗിൽ പോവാം, പിന്നെ ലഞ്ചിന് പിറ്റേ ദിവസം ഡെലീഷ്യയിലും പോവാമെന്നുള്ള അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഐസ് മഗ്ഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഐസ് മഗ്ഗിൽ ഇപ്പോൾ സൊമാറ്റോ വഴി ഐസ് മഗ്ഗത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊമാറ്റോ വഴിയും ഐസ് മഗ്ഗത്തെ ഫുഡ് ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് ഐസ് മഗ്ഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇത് അവിടെ ഫോട്ടോസ് എടുക്കണൊക്കെ തിരക്കിലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് വോൾക്കാനോ ചീസ് ബർഗറാണ്. എൻ്റെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്, വോൾക്കാനോ ചീസ് ബർഗർ. അപ്പോൾ അത് ഇവർക്ക് കഴിച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ.
പിന്നെ ഇത് ക്രാബിൻ്റെ ഒരു ഐറ്റമാണ്. ഇതും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ചിക്കൻ കബാബും അതുപോലെ ബർഗർ, ഫലൂഡ, പിന്നെ വാഫിൾസ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടൊക്കെ അങ്ങനെ കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് കഴിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ കിടന്നുറങ്ങണത്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. മാഡം ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട്. റെഡിയാവുന്നു. സമയം എത്ര? 7:30 മണി. ഹലോ. നോക്ക്. വന്നിരുന്ന അവിടുത്തെ നബിദിന പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വേഗം മുറ്റത്തേക്ക് ഓടി. ചിക്കൻ കറി എനിക്ക് രാവിലെ എരിവില്ലാത്തത് എനിക്കിഷ്ടം. ഓക്കെ അല്ലേ? സുഖാണ്. താരിഷ്കൊക്കെ പോറ്റി വളർത്താറല്ല, മിക്സിന്റെ ചാറടക്കം. അപ്പം ഞങ്ങൾ ഓരോ പുട്ടിലേക്കുള്ള കോമ്പിനേഷൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ അത് അവൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഷെയ്ൻ്റെ വീടിൻ്റെ അവിടേക്ക് ഒന്ന് കാണിക്കാൻ, അതുപോലെ പുഴൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഭയങ്കര സ്റ്റോറി എടുക്കുന്ന തിരക്കിലാണ്. അവർക്ക് ഈ പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നിയാണ്. എടുത്തോ? എന്താണ് നിങ്ങൾ ക്ലിക്കൊണ്ടിരുന്നോ? നിർത്താതെടുത്തോ. ഞാൻ വെള്ളത്തിൽ ചാടുമ്പോ ക്യാമറ വെള്ളത്തിൽ ചാടണം, അതാണ് ഉദ്ദേശിച്ചത്. പറ്റിയ വയസ്സൊന്നുമില്ല. മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗല്ല. ഇവിടെ ആളുകൾ വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടോ? കൊഴിഞ്ഞാടണ്ടങ്ങോട്ട് ഒരു ഹായ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ പുഴയിൽ നിന്നൊക്കെ. എന്നിട്ട് പിന്നെ ഞാനും ഷെയ്യും സോഡയൊക്കെ കുടിക്കാൻ വരുന്ന അവിടെ പോയിട്ട് സോഡയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അങ്ങനല്ല, നമുക്കറിയാലേ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് നിജൂസ്. അവിടെ ഇരുന്നോ? ഷെയ് കുടിച്ച സോഡ ഞങ്ങളും കുടിക്കുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് ഡെലീഷ്യയിലേക്കാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോണത്. പിന്നെ മക്കളെയൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആ പണികളൊക്കെ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇതപ്പോൾ ഡെലീഷ്യയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ മീൽസും ബിരിയാണിയും അതുപോലെ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫിഷ് മാംഗോ കറിയാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെലീഷ്യത്തെ ഫിഷ് മാംഗോ കറി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൽസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് കൊച്ചിയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയവും ആവും. വീട്ടിലെത്തി ഞങ്ങളുടെ ഒരു മീറ്റപ്പ് കേക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഈ ഇയറിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ കൊച്ചിയിൽ മീറ്റ് ചെയ്ത സമയത്തും ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാനുണ്ട്. ഞങ്ങളെ ഡ്രസ്സ് ശ്രദ്ധിച്ചോ? സെയിം ഡ്രസ്സാണ് കേട്ടോ. നെജു കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.